പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു 16-17 വാക്യങ്ങളിൽ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അവൻ പ്രാർത്ഥിച്ചു, ആകാശമടഞ്ഞു. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചു, ആകാശത്തിൽ നിന്ന് മഴ പെയ്ത് ആ രാജ്യം മുഴുവനും സമൃദ്ധിയുള്ളതായി. പ്രാർത്ഥന കൊണ്ട് പലതിനെയും നിർത്തിവെക്കാനും കഴിയും. പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹങ്ങളെ സമൃദ്ധമാക്കാനും കഴിയും. പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന താക്കോൽ എത്ര വലുതാണ്! ആകാശത്തെ തുറക്കാനും ആകാശത്തെ അടക്കാനും. അതുകൊണ്ട് കർത്താവ് തന്നെ പത്രോസിനോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും. പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിൽ താക്കോൽ കൂട്ടങ്ങൾ കർത്താവ് കൊടുക്കും. നീ ഭൂമിയിൽ കെട്ടുന്നത്. പെന്തക്കോസ്ത് നാളിൽ പത്രോസായിരുന്നു സഭയുടെ പണിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടവൻ. തൻ്റെ പ്രസംഗത്തിലാണ് 3000 പേർ സ്നാനപ്പെട്ട് ദൈവസഭയുടെ ആരംഭം കുറിച്ചത്. കൊർന്നല്യോസിൻ്റെ വീട്ടിലൂടെ കർത്താവ് പത്രോസിനെ വീണ്ടും ഉപയോഗിക്കുന്നു. നീ ഭൂമിയിൽ അഴിക്കുന്നത്. അതുവരെയും ജാതികളുടെ ഇടയിലേക്ക് ഒരു വാതിലില്ല, പത്രോസാണ് അത് തുറക്കുന്നത്. ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്ന കർത്താവ് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന അധികാരം എത്ര വലുതാണ്! അത് മുഴുവനും വെളിപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അതിൻ്റെ അർത്ഥം ചില പാസ്റ്റേഴ്സിന് ദൈവം കൊടുത്ത കൃപയുടെ കാര്യമല്ല. എല്ലാ രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികളും താക്കോലുള്ളവരാണ്. നിങ്ങൾക്ക് ചിലത് തുറന്നെടുക്കാനും നിങ്ങൾക്ക് ചിലത് അടക്കാനും കർത്താവ് നിങ്ങളുടെ മേൽ അധികാരം തന്നിട്ടുണ്ട്. ഏലിയാവിനെ പോലെ തുറക്കാനും കഴിയും, അടക്കാനും കഴിയും. പത്രോസിനെ പോലെ തുറന്നു വിടാനും കഴിയും, പുതിയത് തുറക്കാനും കഴിയും. ആരംഭിക്കാൻ കഴിയും, ചിലതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. എന്തെല്ലാം അധികാരമാണ് കർത്താവ് തന്നിരിക്കുന്നത്! ഈ അധികാരങ്ങളെ നാം ഉപയോഗിച്ചില്ലെങ്കിൽ നാം മാനുഷികമായ രീതിയിൽ ജീവിച്ച് നമ്മുടെ സമയം പാഴാക്കും. അധികാരങ്ങളെ ഉപയോഗിക്കുക, താക്കോലുകളെ ഉപയോഗിക്കുക, കൃപകളെ ഉപയോഗിക്കുക. ഇതെല്ലാം തുടങ്ങുന്നത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അതിനുള്ള ആലോചന, നിയോഗം, ദർശനം എല്ലാം കർത്താവ് അതിൻ്റെ സമയത്ത് വെളിപ്പെടുത്തും. കർത്താവ് അങ്ങനെ ഒരു കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടി യേശു ക്രിസ്തുവിനെ, സ്വർഗസ്ഥനായ പിതാവിനെ ആത്മാവിൽ നമുക്ക് ആരാധിക്കാം. നാനും എൻ വീടും എൻ വീട്ടാരനേവരും ഓയാമൽ നன்றി சொல்வோம். നാനും എൻ വീടും എൻ വീട്ടാരനേവരും ഓയാമൽ നன்றി சொல்வோம். ഒരു കരു പോലെ കാത്തീരേ നன்றി, എന്നെ സിതയാമൽ സുമന്തീരേ നன்றി. ഒരു കരു പോലെ കാത്തീരേ നன்றി, എന്നെ സിതയാമൽ സുമന്തീരേ നன்றി. എബനേസരേ, എബനേസരേ, ഇന്നാൾ വരെ സുമந்தவரே. എബനേസരേ, എബനേസരേ, എൻ നിனைவாய் இருப்பவரே.
என்னை சிதையாமல் சுமந்தீரே நன்றி. எபினேசரே, எபினேசரே, இந்நாள் வரை சுமந்தவரே. எபினேசரே, எபினேசரே, என் நினைவாய் இருப்பவர். எபினேசரே, 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 இந்நாள் வரை சுமந்தவரே. எபினேசரே, எபினேசரே, என் நினைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. கரு போல சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. கரு போல സുമന്തീരേ നന്ദി. നന്ദി കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ ചുമക്കുന്നതിനായി നന്ദി. ഓരോ ദിവസവും അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങ് ഞങ്ങളെ ചുമക്കുന്നല്ലോ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി എബിനേസറേ. നാളുകളായി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ സഞ്ചരിക്കുകയാണ്. യേശുവിൻ്റെ മാറിൽ ചാരിയ യോഹന്നാൻ, പിന്നത്തേതിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി യേശുവിനെ കണ്ട് മരിച്ചവനെ പോലെ വീണ യോഹന്നാൻ. യേശുവിൻ്റെ എല്ലാ അവസ്ഥയും, യേശുവിൻ്റെ ആധികാരികതയും, യേശുവിൻ്റെ മനുഷ്യത്വവും മുഴുവനുമായി കണ്ട യോഹന്നാൻ എഴുതിയ സുവിശേഷം എത്ര മനോഹരമാണ്. അതിൻ്റെ 5-ാം അധ്യായത്തിലാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ യേശു യെരുശലേമിലേക്ക് ഒരു ഉത്സവ സമയത്ത് പോയി. അവിടെ അടുത്ത് ബെഥേസ്ത കുളക്കരയിലേക്ക് യേശു ചെന്നു. 38 വർഷമായിട്ട് രോഗിയായിട്ടുള്ള ഒരു മനുഷ്യൻ, തളർന്നു കിടന്ന ഒരു മനുഷ്യൻ, നാവ് മാത്രം അനങ്ങും, ശരീരത്തിൻ്റെ ഒരു ഭാഗവും അനങ്ങത്തില്ല. അവനെ എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകാൻ യേശു കർത്താവ് പറഞ്ഞു. ഉടനെ അവൻ ചാടി എഴുന്നേറ്റു, കിടക്കയെടുത്ത് ചുരുട്ടി അവൻ വീട്ടിലേക്ക് പോയി. വിഷയം ആരംഭിച്ചു. ഒരു നന്മ തുടങ്ങിയാൽ പിശാച് ഇളകും. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 11 മുതൽ വായിക്കുമ്പോൾ 5:11, യോഹന്നാൻ 5:11, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. അതിൻ്റെ കാരണം 10-ാം വാക്യത്തിൽ, എന്നാൽ അന്ന് ശബത്തായിരുന്നു, ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. നിയമങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു കൂട്ട സമൂഹം. അവൻ 38 വർഷമായിട്ട് കിടന്നവനാണെന്നും ആദ്യമായിട്ട് എഴുന്നേറ്റതാണെന്നുള്ള ഒരാശ്ചര്യം പോലും ഇവരുടെ മുഖത്തില്ല. ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ അതിൻ്റെ മുൻപിലൊന്നും ആശ്ചര്യപ്പെടാത്തത് എത്ര അപകടകരമാണ്. അതിൽ ഒരു അത്ഭുതം കാണുന്നില്ല അവർ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കഴിഞ്ഞ നാളുകളിലെ ഏതെങ്കിലും അത്ഭുതത്തെ ഓർത്ത് ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര ആനന്ദവും സ്തോത്രവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതോ ഒരു അന്ധതയുണ്ടെന്ന അർത്ഥം. ദൈവം ചെയ്ത ഓരോ ഉപകാരങ്ങൾ ഓർത്ത് ആവേശം കൊള്ളാനും ആനന്ദിക്കാനും സ്തോത്രം പറയാനും കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഹൃദയപൂർവം ഏതോ ഒരു കാഠിന്യ അവസ്ഥയിലാണ്. ഇതാ പരീശന്മാരുടെ, യഹൂദന്മാരുടെ അവസ്ഥ ഇതാണ്. അവര് 38 വർഷമായി നടന്നവനെ അഭിനന്ദിക്കുകയല്ല, അവനെ ചൊല്ലി ദൈവത്തിന് പുകഴ്ച കൊടുക്കുകയല്ല. ഭൂമി ഉണ്ടായിട്ട് ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച്, ആ നന്മയുടെ പുറകിൽ എന്താണെന്ന് അന്വേഷിച്ച്
ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് പകരം അവരുണ്ടാക്കി വച്ചിരിക്കുന്ന ചില നിയമങ്ങളെ അവർ കൂടുതൽ കട്ടിയാക്കുകയാണ്. ഇന്ന് ശബത്താണ്, കിടക്കയെടുത്ത് നടക്കരുത്. അവൻ അതിന് മറുപടി പറഞ്ഞു, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്ക എടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഉടനെ വലിയ വഴക്കായി. അവർ അവനോട് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു, നിന്നോട് പറഞ്ഞവൻ ആർ? അതാണ് അവിടെ വലിയ വിഷയമുണ്ടാകുകയാണ്. എന്തുകൊണ്ട് കിടക്കയെടുത്ത് നടക്കാൻ അവൻ പറഞ്ഞു? യോഹന്നാൻ 9 ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ ഒരിക്കലും ശബത്തിനെ ലംഘിക്കില്ല. ശബത്താണ് അവർക്ക് പ്രധാനം, നിയമങ്ങളാണ്. നമ്മൾ തന്നെ നമ്മുടെ മീറ്റിങ്ങുകൾക്കൊക്കെ ഒരു നിയമം വെച്ചിട്ടുണ്ട്. എത്ര വലിയ ഉണർവാണെങ്കിലും ഉച്ചയാകുമ്പോൾ 1 മണിക്ക് നിർത്തിക്കൊള്ളണം, ഒരു നിയമമാണ്. എന്നാൽ രാവിലെ 10 മണിക്ക് തുടങ്ങാൻ നേരത്ത് ഇവരില്ല. ഇവർ വരുന്നത് പകുതിയാവുമ്പോഴാണ്. പകുതിക്ക് വന്നാലും വൈകിട്ട് വന്നാലും എപ്പോൾ വന്നാലും എത്ര വൈകി വന്നാലും നിർത്തുന്നത് കൃത്യമായിരിക്കണം. പിശാച് പിടിച്ച ഒരു സമൂഹമായി ആത്മീക സമൂഹം മാറുന്നത് എത്ര അപകടകരം. പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത് പോലെ ഒരു സഭയെ കൊണ്ടുപോകാൻ ദൈവദാസന്മാർക്ക് അനുവാദമില്ലെങ്കിൽ ആ സഭയിൽ ഒരനുഗ്രഹവും വരാൻ പോകുന്നില്ല. ഇവിടെ 8 മണിക്കൂറിൻ്റെ പ്രാർത്ഥന തുടങ്ങിയിട്ട് 70 ദിവസം കഴിഞ്ഞു, 80ലേക്ക് അടുത്തു വരുന്നു. 3 മണിക്കൂറും 2 മണിക്കൂറും പ്രോഗ്രാമൊക്കെ ഞങ്ങളിൽ നിന്ന് പോയി. അതെങ്ങനെ 12 മണിക്കൂറാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ 24 മണിക്കൂറിലോട്ട് നീട്ടാമെന്ന് നോക്കിയാണ്. അതിന് പറ്റിയ വിശ്വാസ വീരരും വീരമതികളും ഉണ്ടാകുമ്പോൾ അത് 24 മണിക്കൂറിലേക്ക് നീങ്ങും. അതിനെ പിടിക്കാൻ പറ്റിയവർ എഴുന്നേറ്റ് വരണം. 8 മണിക്കൂർ ഇന്ന് വരെയും കൊണ്ടുപോകാൻ ദൈവം കൃപ തന്നു. അതായത് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികളാണ് ഒഴുകുന്നത്. ഇവരിപ്പോൾ നിയമം പറയുകയാണ്, ഇത് ശബത്താണ്. എന്താ, ശബത്തിൽ ആരും സൗഖ്യമാകാൻ പാടില്ലേ? ശബത്തിൽ ആരും ഭക്ഷണം കഴിക്കില്ലേ? ശബത്തിൽ കാളകളും മൃഗങ്ങളും അവർക്ക് വെള്ളം കൊടുക്കുന്നില്ലേ? ശബത്തിൽ യേശു ചോദിച്ചു, ശബത്തിൽ നിങ്ങളുടെ ആടോ നിങ്ങളുടെ മക്കളോ കിണറ്റിലോ കുഴിയിലോ വീണാൽ അവരെ രക്ഷിക്കുന്നില്ലേ? അതൊരു പ്രവൃത്തിയല്ലേ? അപ്പൊ എൻ്റെ ആടുകൾ എനിക്ക് രക്ഷിച്ചുകൂടെ? യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ. ഓരോ ദിവസവും വേണ്ടുന്നത് ആ ദിവസം നടക്കണം. അതിൻ്റെ അർത്ഥം 7 ദിവസവും കർത്താവിന് ഒരുപോലെ ജനങ്ങളെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്. ഒരു ശബത്ത് ദിവസം ഒരനുഗ്രഹവും നടക്കരുതെന്നാണോ പറയുന്നത്? ഈ ദിവസം ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടാകുന്ന സൗഖ്യത്തിൽ എന്തൊരു പ്രശ്നമാണല്ലേ? ഇപ്പോൾ ഭയങ്കര വിഷയമാണ്. യേശുവിനെ ഉപദ്രവിക്കാൻ ഒരു ഗ്രൂപ്പ് എഴുന്നേറ്റു. താഴോട്ട് വായിക്കുമ്പോൾ കാണാം, അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. യേശുവാണ് സൗഖ്യമാക്കിയെന്നൊന്നും ഇവനെ അറിഞ്ഞുകൂടാ. അവൻ യഹൂദന്മാരോട് പറഞ്ഞു, എന്നെ സൗഖ്യമാക്കിയവൻ പറഞ്ഞു കിടക്കെടുത്ത് നടക്കാൻ. അപ്പൊ യേശുവിന് ശബത്ത് അറിയില്ലേ? അറിയാം. എന്നാൽ യേശു ശബത്തിനും കർത്താവാണ്. യേശു ശവത്തിനും കർത്താവാണ്. ഏത് ശവത്തെ എഴുന്നേൽപ്പിക്കും? യേശു മരിച്ചതിനും കർത്താവാണ്. യേശു ശബത്തിനും കർത്താവാണ്, ശവത്തിനും കർത്താവാണ്. സകലത്തിന് യേശു കർത്താവാണ്. ഏതിനെയും കർത്താവ് മാറ്റിമറിക്കും. ഏത് നിയമങ്ങളെ മാറ്റാനും തിരുത്താനും യേശുവിന് കഴിയും. അതുകൊണ്ട് യേശു പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലേ, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് എഴുതിയിരിക്കും, നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ഞാൻ നിയമത്തിനും കർത്താവാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. നിയമങ്ങളെ ഒന്നും കൂടി പുതുക്കുകയാണ് കർത്താവ്. യേശു തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ പറഞ്ഞു, ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. നിയമങ്ങൾ മാറ്റാനും പുതുക്കാനും കർത്താവിന് കഴിയും. കർത്താവിനൊന്നും അസാധ്യമല്ല.
ശബത്ത് എന്ന ദിവസത്തിൻ്റെ പ്രാധാന്യമല്ല കർത്താവിന് വിഷയം. എല്ലാ ദിവസവും വേണ്ട നന്മകൾ നടക്കണം. അതുകൊണ്ട് യേശു പ്രാർത്ഥന പഠിപ്പിച്ചു, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ. ഇതൊരു ദൈവ പൈതൽ ഓരോ ദിവസവും വേണ്ടത് ചോദിക്കണം. ഓരോ ദിവസവും 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂർ നടക്കേണ്ടത് ആ 24 മണിക്കൂറിനുള്ളിൽ നടക്കണം. അടുത്ത ദിവസമല്ല, ഇന്ന് നടക്കേണ്ടത് ഇന്ന് നടക്കണം. അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇന്ന് നടക്കേണ്ടത്, ഇന്ന് കിട്ടേണ്ട ആഹാരം എനിക്ക് നാളെ കിട്ടിയാൽ പോരാ. മിക്കവാറും വീടുകളിൽ അങ്ങനെയാണ്. ഒരു ഹോട്ടലിൽ ചെന്ന് ഒരിക്കൽ ചോദിച്ചു, ഇന്ന് വെച്ചത് വല്ലതും ഉണ്ടോ? ഉണ്ട്, നാളെ വരാൻ. കാരണം ഇന്ന് വെച്ചത് ഇന്ന് കിട്ടൂല പലയിടത്തും. നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് 1 മാസം മുമ്പ് വെച്ചത് വരെയും നമുക്ക് ഇന്ന് കിട്ടും. ഇന്ന് വെച്ചത് കിട്ടുന്ന വീടുകൾ ഇപ്പോൾ കുറവാണ്. അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും അങ്ങനെയായി. ഇന്ന് എന്നുള്ളതിന് ഒരു മൂല്യമില്ലാതെയായി. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, നാളെയല്ല ഇന്ന്. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല, ഇന്നെന്ന് പറയണം. എബ്രായ ലേഖനത്തിൽ പറയും, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന്, നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. ഓരോ ദിവസത്തിനും അന്നന്നത്തെ ദോഷം മതി. ഇന്ന് ശബത്താണോ എന്താണോ അതൊന്നും വിഷയമല്ല. ഇന്ന് സൗഖ്യമാകണം. അത് യേശുവിന് നിർബന്ധമാണ്. യഹൂദന്മാർ പറയുന്നത് ഇന്ന് ശബത്താണ്, ഇന്ന് സൗഖ്യമാക്കാൻ പാടില്ല, ഇന്ന് ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. യേശു പറയുന്ന എൻ്റെ പിതാവ് ഇന്ന് പ്രവർത്തിക്കുന്നു. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എൻ്റെ പിതാവ് ഇന്നും പ്രവർത്തിക്കുന്നു. 19-ാം വാക്യത്തിൽ, ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രനെ സ്വതയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എൻ്റെ പിതാവ് ഇന്ന് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. പിതാവിന് ശബത്തുമില്ല, പ്രത്യേക ദിവസങ്ങളിൽ എല്ലാ ദിവസവും പിതാവിന് ഒരുപോലെയാണ്. എൻ്റെ പിതാവ് ഒരു ദിവസം പാഴാക്കുന്നവനല്ല. ദൈവം ശബത്ത് ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവർക്ക് കൊടുത്തത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനാണ്. അപ്പം ശബത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പുകഴ്ത്തേണ്ട ദിവസമാണ്. ഇവർ ശബത്തിൽ ദൈവപുത്രനെതിരെ നിൽക്കുകയാണ്. അതാണ് നമ്മളവിടെ കാണുന്നത്. 16 മുതൽ വായിക്കുമ്പോൾ, യേശു ശബത്തിൽ അത് ചെയ്തതുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. അപ്പോൾ ശബത്തിൽ ഉപദ്രവിക്കാമോ? ഇല്ല. യേശുവിനെ ഉപദ്രവിക്കുന്നു. ശബത്ത് നന്മ ചെയ്യേണ്ട ദിവസമാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കേണ്ട ദിവസമാണ്. ശബത്ത് ലംഘിച്ചത് യേശുവല്ല, യഹൂദന്മാരാണ്. യേശു ശബത്തിനെ സമൃദ്ധിയുള്ളതാക്കി മാറ്റി, നന്മയാക്കി മാറ്റി, ദൈവത്തിന് മഹത്വമുള്ളതാക്കി മാറ്റി, ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഓർക്കുന്ന ഒരു ദിവസമാക്കി. യഹൂദന്മാരോ പരീശന്മാരോ ശബത്തിനെ ലംഘിച്ചു. ശബത്തിനെ ലംഘിച്ചത് യേശുവല്ല, ശബത്തിനെ ലംഘിച്ചത് യഹൂദന്മാരാണ്. എന്താണ്? യേശുവിനെ ഉപദ്രവിച്ചു. അതൊരു പ്രവൃത്തിയല്ലേ? യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ നോക്കുന്നു, കല്ലെടുക്കുന്നു, അതൊക്കെ അവർക്ക് ചെയ്യാമല്ലോ. എടാ, ഒന്ന് കിടക്ക ചുരുട്ടി വീട്ടിൽ പോയതാണോ? 38 വർഷം നടക്കാത്ത ഒരുത്തൻ കിടക്കെടുത്ത് വീട്ടിൽ പോയതാണോ വലിയ വിഷയം? ഈ ഒരു പരീക്ഷ മനസ്സിനെ നമ്മൾ തിരിഞ്ഞു നോക്കരുത്. ഓരോ കൂട്ടായ്മകളിലുമുണ്ട് പരീശന്മാർ. ഓരോ നിയമങ്ങൾ പറഞ്ഞിട്ട് വരും. അത് പാടില്ല, ഇത് പാടില്ല, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകുന്ന ദിവസമാകണം. അതിലേ കാര്യമുള്ളൂ. ഓരോ ദിവസവും അന്നന്ന് വേണ്ട കാര്യം നടക്കണം. യേശു പറയുന്നു, എൻ്റെ പിതാവ് ഇന്ന് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കും. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് 20-ാം വാക്യത്തിൽ, നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവർത്തികൾ അവന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എൻ്റെ പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കും, ഞാൻ ഉയർപ്പിക്കും. എൻ്റെ പിതാവ് ചെയ്യുന്നതൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് ചെയ്യും. ശബത്തിൽ ഞാൻ നന്മ ചെയ്യും. ശബത്ത് തിന്മ ചെയ്യുന്ന ദിവസമല്ല, നന്മ ചെയ്യുന്നതും നന്മ ഓർക്കുന്നതുമായ ദിവസമാണ്.
ഇവരിതിനെ ആചാരമാക്കി. എന്താണ് ചർച്ച്? ചർച്ച് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഓർക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുന്ന സ്ഥലമാണ്. ഇന്ന് വന്ന് അടിയുടെയും വഴക്കിൻ്റെയും ഭിന്നതയുടെയും സ്ഥലമായി അത് മാറി. അതുകൊണ്ട് എന്തു പറ്റി? അടുത്ത തലമുറകൾ ഈ സത്യത്തിൽ നിന്ന് വെളിയിൽ പോയി. അടുത്ത തലമുറകൾക്ക് ദൈവത്തെ വേണ്ട. കാരണം കാണിച്ചു കൊടുക്കാൻ, നല്ല മനസ്സോടെ ഒരു വലിയ ദൈവപ്രവൃത്തി കാണിക്കാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഇടം കൊടുക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ചിലർക്ക് കഴിയുന്നില്ല. യേശു ഈ മനുഷ്യനെ സൗഖ്യമാക്കിയതിനെ ചൊല്ലി ഇനി അവിടെ ഇനി നടക്കാനൊന്നുമില്ല. യേശുവിനെ ഉപദ്രവിച്ചു എന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതാണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു തലമുറ. ഒരു കാര്യം, നമുക്ക് ശബ്ദമുണ്ടോ? ഉണ്ട്. നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ശബത്ത്. അതേതാണ്? എല്ലാ ദിവസവും. അതിനൊരു പ്രത്യേക ദിവസമില്ല. ശാബത്ത് ആചരിക്കുന്നവരുണ്ട്. ശാബത്ത് എന്ന പേരിൽ തന്നെ സഭകളുണ്ട്. അതൊന്നും യേശു ക്രിസ്തുവിൻ്റെ സഭയല്ല. അതെല്ലാം പഴയ നിയമത്തോട് കണക്റ്റാണ്. എന്നാൽ പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി. എല്ലാ ദിവസവും കർത്താവിന് ഒരുപോലെയാണ്. ഇന്ന് വേണ്ട ആഹാരം നമുക്ക് ഇന്ന് വേണം. ഇന്ന് വേണ്ട സൗഖ്യം ഇന്ന് നടക്കണം. 38 വർഷമായിട്ട് നടക്കാത്തവന് ഇന്ന് വേണ്ടത് കർത്താവ് നാളെ കൊടുക്കില്ല, അത് ഇന്ന് ചെയ്യും. അത് എത്ര വലിയ എതിർപ്പാണെങ്കിലും, ആരെല്ലാം കല്ലെടുത്താലും ഇന്ന് നടക്കേണ്ട സൗഖ്യം യേശു ഇന്ന് ചെയ്യും. ഇത് കേൾക്കുന്ന ആരോടോ കർത്താവ് പറയുന്നു, നിന്റെ നന്മകൾ നാളത്തേക്ക് കർത്താവ് മാറ്റില്ല. അത് എത്ര പ്രതികൂലമാണെങ്കിലും കർത്താവ് ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യും. നാളത്തേക്ക് വെക്കുന്നവനല്ല. പിതാവ് പുത്രനോട് പറയണം, മോനെ ഇന്ന് ചെയ്യും. ഇന്നാണ് നിന്റെ വിടുതൽ. ഇന്നാണ് നീ വിടുതൽ കൊടുക്കേണ്ടത്. യഹൂദന്മാർ പറയുന്നത് നാളെ വന്ന് ചെയ്യും. ഇന്നെന്തിനാ ചെയ്യുന്നത്? ഇല്ല, ഇന്നാണ് ചെയ്യേണ്ടത്. നാളെ എന്നുള്ളതല്ല നമ്മുടെ ദിവസം, ഇന്നാണ്. അതിനെ തുടർന്ന് യേശുവിനെ അവർ ഉപദ്രവിച്ചു. യേശു അത് വകവച്ചില്ല. ഒന്ന് ആലോചിച്ചു നോക്ക്. 38 വർഷമായിട്ട് നടക്കാത്ത ഒരു മനുഷ്യൻ്റെ വീട് ആനന്ദത്തിലാണ്, ആഹ്ലാദത്തിലാണ്, ദേശം ആഘോഷത്തിലാണ്. അപ്പോഴാണ് ആ നന്മ ചെയ്ത യേശുവിനെ അവർ ഉപദ്രവിച്ചു. ഇതുപോലെ നാം നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഈ വചനങ്ങളിൽ ഉറപ്പ് പ്രാപിക്കണം. ഇന്ന് നടക്കേണ്ട വിടുതൽ കർത്താവ് നാളത്തേക്ക് വെക്കില്ല, ഇന്ന് നടക്കും. ഇതാരോടൊക്കെയുള്ള ദൂതാണ്. എത്ര പ്രശ്നമാണെങ്കിലും ഇന്ന് നടക്കേണ്ട വിടുതൽ യേശു ഇന്ന് തന്നിരിക്കും. നീ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. ഇന്ന് 12 മണിക്കുള്ളിൽ നിന്റെ വീട്ടിൽ ഈ അത്ഭുതം നടക്കും. നീ കാത്തിരിക്കുന്ന ചില വിഷയത്തെ നാളത്തേക്ക് ചിന്തിക്കരുത്. ഒരു ദിവസം നടക്കുമെന്ന് പറയരുത്, ഇന്ന് നടക്കും. ഇന്നാണ് നിങ്ങളിത് കേട്ടതെങ്കിൽ ഇന്ന് വിടുതൽ നടക്കണം. അത് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും, എത്ര കോടി രൂപയുടെ കടക്കണിയാണെങ്കിലും ഇന്ന് നടക്കേണ്ട വിടുതൽ ഇന്ന് നടക്കും. കർത്താവിനൊന്നും അസാധ്യമല്ല. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കേണ്ട അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കട്ടെ. അത് നാളത്തേക്കെന്ന് ചിന്തിപ്പിച്ച് പിന്നത്തേക്ക് ദൈവം ചെയ്യുമായിരിക്കുമെന്ന് സംശയിപ്പിച്ച് മനസ്സ് കലക്കുന്ന പിശാചിൻ്റെ പ്രവർത്തികൾ മാറട്ടെ. ഇന്ന് നടക്കേണ്ട വിടുതലുകൾ ഇന്ന് സംഭവിക്കട്ടെ. ഇന്ന് സാമ്പത്തികമായ വഴികൾ തുറക്കേണ്ട വീടുകളിൽ ഇന്നത് തുറന്നിരിക്കട്ടെ. ഇന്ന് നടക്കേണ്ട സൗഖ്യം, ക്ഷീണിച്ചിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇന്ന് തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കേണ്ട അസാധാരണ ദൈവപ്രവർത്തികൾ ഇന്ന് നടക്കാൻ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരോട് കൂടിയിരിക്കണം. ഇന്ന് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക്, പല പ്രിയപ്പെട്ടവർക്ക് ഇന്നൊരു വിടുതൽ നടക്കട്ടെ. അത്ഭുതവാതിലുകൾ തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്ന് നടക്കേണ്ട എല്ലാ അത്ഭുതങ്ങളും അത് ഇന്ന് തന്നെ നടക്കട്ടെ. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.